الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ്റെ ത്വാഅത്തിലായി ഈമാനോടുകൂടി ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അള്ളാഹു അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളെ ലഭിക്കുക എന്നത് വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കുവാനും നമ്മളെന്തെങ്കിലും തെറ്റുകളിലാണെങ്കിൽ, തിന്മയിലാണെങ്കിൽ അതിനെ തിരുത്തുവാനും ശാസിക്കുവാനും നമ്മെ നന്മയിലേക്ക് മാർഗദർശനം കാണിക്കുവാനും വഴി നടത്തുവാനുമൊക്കെ ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, അസ്സദീഖു ഔഖദു മിനൽ ഖറാബ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കുടുംബ ബന്ധങ്ങളെക്കാളും സുഹൃത്ത് ബന്ധം വളരെ വലിയ ബന്ധമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിലെ സൗഹൃദം എന്നും അല്ലെങ്കിൽ സൗഹൃദ വലയത്തിൽ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, മര്യാദകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെടാൻ സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഏത് തരത്തിലാണ് സമീപിക്കേണ്ടത്, എത്തരത്തിലുള്ള സുഹൃത്ത് വലയങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്, എത്തരത്തിലുള്ള സുഹൃത്തിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു വച്ചിരിക്കുന്ന കാര്യമാണ് മറ്റൊരു മനുഷ്യനുമായി കൂട്ടുകൂടുക, അവന്റെ കൂടെ നടക്കുക, സുഹൃത്താവുക, സൗഹൃദം പങ്കിടുക എന്നതൊക്കെ. എന്നാൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളവും നബി തങ്ങള് ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതുപോലെ തന്നെയാണ് ഒരു മുഅ്മിനും അവന്റെ സാമൂഹികമായ ജീവിതത്തിൽ ഇടപെടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ മുഅ്മിനു യഅലഫു വയുഅലഫ്. ഒരു മുഅ്മിൻ മനുഷ്യരുമായി ഇണങ്ങുകയും മറ്റുള്ള മനുഷ്യർക്ക് അവനോട് തിരിച്ചിങ്ങോട്ട് ഇണങ്ങാൻ കഴിയുന്നവനുമായ പ്രകൃതക്കാരനായിരിക്കും. വലാ ഖൈറ ഫീമൻ ലാ യുഅലഫു വലാ യുഅലഫ്. ഇനി ഒരാൾക്ക് തിരിച്ച് അങ്ങോട്ട് ഇണങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവനോട് മറ്റുള്ള ആളുകൾക്ക് ഇണങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ ഒരു നന്മയുമില്ല. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ അവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആളുകളാണ്. എന്തെങ്കിലും സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലായാലും വിഷമത്തിന്റെ സന്ദർഭങ്ങളിലായാലും ഒരു മനുഷ്യൻ ഇടപഴകുന്നു, സാമൂഹികമായ എല്ലാ തലത്തിലും അവരുമായി ബന്ധപ്പെടുന്നു. വയസ്ബിറു അലാ അദാഹും. ഇത്തരത്തിൽ പല രീതിയിലും പല സാഹചര്യങ്ങളിലും വളർന്നു വരുന്ന മറ്റ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് നമുക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടായേക്കാം, സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ സാമൂഹികമായി ജീവിക്കുന്നതിനിടയിൽ അവരുമായി ഇടപഴകുകയും അതിനിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ അഫ്ദലു മിനൽ മുഅ്മിനില്ലദി ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. സാമൂഹികമായി ഇടപഴകാതെ മനുഷ്യരിൽ നിന്നൊക്കെ വിട്ട് അവരിൽ നിന്നുള്ള ഇടപാടുകളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്ന മുഅ്മിനിനേക്കാൾ അഫ്ദലാണ്, ശ്രേഷ്ഠനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. പരസ്പരം സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർക്കിടയിൽ ലോകത്തിന്റെ ഏതു കോണിലായാലും പരസ്പരം സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ പരിപൂർണ വിശ്വാസികളാകുന്നത് വരെയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പരം മനസ്സിൽ യാതൊരു വെറുപ്പുമില്ലാതെ വിദ്വേഷവുമില്ലാതെ മറ്റ് സഹോദരനോട് യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ലാതെ പരസ്പരം സ്നേഹിക്കുന്നത് വരെയും നിങ്ങൾക്ക് ഈമാൻ പൂർണ്ണമാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. എന്നിട്ട് നബി തങ്ങൾ തന്നെ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾ ആ പ്രവർത്തനം, ആ അമല് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ തഹാബബതും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. അഫ്ഷുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബികളുടെയും ഒക്കെ ജീവിതം എടുത്തു നോക്കിയാൽ അവർ സലാമിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി തങ്ങളുടെ സദസ്സിൽ ഓരോരുത്തരും വന്ന് സലാം പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആ സലാമിനെ പൂർണ്ണമായി പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി. അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ അവന് 10 നന്മ ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവന് 20 നന്മ ലഭിക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അവന് 30 നന്മ ലഭിക്കും. സലാമിനെ പൂർണ്ണമായി പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സ്വഹാബാക്കൾ കണ്ടുമുട്ടുകയും സലാം കൊണ്ട് അഭിവാദനം ചെയ്തുകൊണ്ട് പരസ്പരം സംസാരിക്കുകയും ചെയ്ത് പിരിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് വീണ്ടും അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്, അവർക്കിടയിൽ എന്തെങ്കിലും മതിലുകളോ തൂണുകളോ പോലുള്ള വസ്തുക്കൾ മറയായതിനു ശേഷം വീണ്ടും അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ പോലും അവർ പരസ്പരം സലാം പറഞ്ഞിരുന്നു. അത്രത്തോളം പ്രാധാന്യം സഹാബാക്കളുടെ ജീവിതത്തിൽ സലാമിന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ സലാമിനെ പറയുകയാണെങ്കിൽ നമ്മുടെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. ആ ദുആ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ 2 തരത്തിലുണ്ടാകും. ഒന്ന് മോശമായ സുഹൃത്തുക്കളാണ്, ഒന്ന് നല്ല സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കൾ നമുക്കെന്തെങ്കിലുമൊക്കെ സന്തോഷവേളകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നമ്മളോടൊപ്പം പരസ്പരം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും അതിനെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും നന്മയിൽ പരസ്പരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിലൂടെ പറഞ്ഞതുപോലെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ഒക്കെ ചെയ്യുന്നവരാണ് നല്ല കൂട്ടുകാർ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കരുത്. പണമോ അല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങളോ നേട്ടങ്ങളോ ഉണ്ടാകാൻ വേണ്ടി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ സുഹൃത്ത് ബന്ധം അതിൽ വിള്ളലുകൾ ഉണ്ടാകും. അത് അധിക കാലം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പരിഗണിക്കേണ്ടത് ഈമാനിന്റെ ഭദ്രതയാണ്. എൻ്റെ ഈമാൻ വർദ്ധിക്കുന്ന തരത്തിൽ ഉള്ള കൂട്ടുകാരനെ ആയിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഓരോ മുഅ്മിനും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിലേക്ക് നിങ്ങൾ ചായുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ആശയത്തിലും ആദർശത്തിലും ദീനിലുമായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനാക്കുന്നത്, ആരുമായാണ് ഇടപഴകുന്നത്, സുഹൃത്താക്കുന്നത് എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നമ്മൾ അറിയാതെ നമ്മൾ ആരുമായാണോ കൂട്ടുകൂടുന്നത് അവരുടെ ആദർശവും ആശയവും ചിന്തയുമൊക്കെ നമ്മിലേക്ക് പകരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തഖ്വ കൊണ്ട് അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന നല്ല ആളുകളാകണം. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് ഇണക്കമുണ്ടാവുകയും നിങ്ങളെ സുഹൃത്തായി തിരഞ്ഞെടുക്കുകയും ചെയ്യണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ നന്നാകുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ആകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. സ്വാദിഖീങ്ങളായ സത്യസന്ധരായ നല്ല നല്ല ഗുണങ്ങളുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനല്ലാത്ത ഈമാനില്ലാത്ത ഒരാളുമായി നീ കൂട്ടുകൂടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. മറ്റൊരിക്കൽ നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. മസലുൽ ജലീസി സ്വാലിഹി വസ്സൗഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീൽ, നല്ല കൂട്ടുകാരന്റെയും മോശമായ കൂട്ടുകാരന്റെയും ഉപമ സുഗന്ധം വ്യാപാരം ചെയ്യുന്ന ഒരാളെ പോലെയും ഉലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരന്റെ പോലെയുമാണ്. അമ്മ ഹാമിലുൽ മിസ്ക് അഥവാ സുഗന്ധം വ്യാപാരം ചെയ്യുന്ന ഒരാൾ, സുഗന്ധം വഹിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ഒരാൾ,
അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുമായി നീ കൂട്ടുകൂടുകയാണെങ്കിൽ ഇമ്മ അയ്യുഹ്ദിയക, അയാളുടെ സുഗന്ധദ്രവ്യം നിനക്ക് ഒരുപക്ഷെ വിലയൊന്നും കൂടാതെ നിനക്ക് അദ്ദേഹം പാരിതോഷികമായി നൽകിയേക്കാം. വഇമ്മ അൻ തബ്തഅ മിൻഹു, ഇനി അങ്ങനെ നൽകിയിട്ടില്ലെങ്കിലും നിനക്ക് വില കൊടുത്തുകൊണ്ട് അവനിൽ നിന്ന് അത് വാങ്ങുവാൻ സാധിക്കും. വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഇതൊന്നുമില്ലെങ്കിലും അവനുമായി ചങ്ങാത്തത്തിലാകുന്നതിലൂടെ അവൻ ഉപയോഗിക്കുന്ന, അവൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആ സുഗന്ധം അത് നിനക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ഇതുപോലെയാണ് നല്ല ഒരു കൂട്ടുകാരൻ. അവനുമായി കൂട്ടുകൂടുന്നതിലൂടെ അവൻ നമ്മുടെ ഈമാനും കൂടി ശ്രദ്ധിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ അവൻ നമുക്ക് നല്ല കാര്യങ്ങളെ പഠിപ്പിച്ചു തരും. അതല്ലെങ്കിൽ നമുക്ക് അവനെ ശ്രദ്ധിക്കുകയും അതിലൂടെ നല്ല കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കും. ഇതൊന്നുമില്ലെങ്കിലും നല്ല കൂട്ടുകാരന്റെ കൂടെ നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്ക് തടുത്തു നിർത്താൻ കഴിയാത്ത രൂപത്തിൽ എങ്ങനെയാണോ സുഗന്ധം നമ്മിലേക്ക് എത്തുന്നത്, അതുപോലെ നല്ല കൂട്ടുകാരന്റെ നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ എത്തിച്ചേരുന്നതാണ്. എന്നാൽ ഉലയിലൂതിക്കൊണ്ടിരിക്കുന്ന കൊല്ലപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനുമായി ചങ്ങാത്തത്തിലാകുന്ന ഒരാൾ എപ്പോഴെങ്കിലുമൊക്കെ അയാളുടെ വസ്ത്രം ഇതിൽ നിന്നും പാറിക്കൊണ്ടിരിക്കുന്ന ഈ തീപ്പൊരി കാരണം അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചേക്കാം, അത് കത്തി നശിച്ചേക്കാം. വൈമ അൻതജിദ റീഹൻ ഖബീസ, അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള മോശമായ ദുർഗന്ധം നിനക്ക് അനുഭവിക്കേണ്ടി വരും. ഇത്തരത്തിലാണ് മോശമായ കൂട്ടുകാരൻ. അവനിൽ നിന്നും മോശമായ സ്വഭാവങ്ങൾ നമ്മിലേക്ക് പകരും. അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇന്ന വല്ലാഹി മാ റഅയ്ന അർ-റജുല യുസാഹിബു മിനൻ നാസി ഇല്ലാ മിസ്ലഹു, നമ്മൾ ജനങ്ങള് സുഹൃത്തുക്കളാകുന്നത് അവരുടെ അതേ തരത്തിലുള്ള ആളുകളുമായി സുഹൃത്തുക്കളാകുന്നത് കാണുന്നുണ്ട്. ഫസാഹിബു സ്വാലിഹീന മിൻ ഇബാദില്ലാ, നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ലഅല്ലകും അൻ തകൂനു മഅഹും ഔ മിസ്ലഹും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ പോലെ ആവുകയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചുകൊണ്ട് അതിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് നന്മ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അള്ളാഹു അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല കൂട്ടുകാരെ ലഭിക്കുകയും അവരിലൂടെ നന്മ കണ്ടെത്തുകയും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുകയും സാധിക്കുക എന്നത്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നുണ്ട്, അവർ മറ്റൊരു സഹാബിയെ കണ്ടാൽ തിരക്കില്ല എങ്കിൽ ഇജ്ലിസ് ബിന നുഅ്മിൻ സാഅ, ഒരു കുറച്ചു സമയം ഇരിക്കാം, നമുക്ക് നമ്മുടെ ഈമാനിനെ പുതുക്കാം എന്ന് പറയുമായിരുന്നു. ഇങ്ങനെ പരസ്പരം പറയുകയും അവർ ഇരുന്നു കൊണ്ട് പരസ്പരം ഈമാനികമായ കാര്യങ്ങൾ പരസ്പരം പറയുകയും ചെയ്യുമായിരുന്നു. മോശമായ കൂട്ടുകാരെ നൽകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായി ചങ്ങാത്തത്തിലാകുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണമാണ്. അതിൽ നിന്നും നമ്മൾ കാവലിനെ ചോദിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇദാ കാന ലക സ്വദീഖുൻ യുഈനുക അല ത്വാഅ, നിനക്ക് അള്ളാഹുവിന്റെ അനുസരണയിൽ നിന്നെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഫശുദ്ദ യദൈക ബിഹി, നീ അവനെ മുറുകെ പിടിക്കണം. ഫഇന്ന ഇത്തിഖാദ സ്വദീഖി സ്വഅബുൻ, കാരണം അത്തരത്തിലുള്ള ഒരു കൂട്ടുകാരൻ ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കൂട്ടുകാരും അത്തരത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നെ സഹായിക്കുന്നവരാകണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെ ലഭിച്ചാൽ അവരെ നീ മുറുകെ പിടിക്കണം. വമുഫാറഖതുഹു സഹ്ലുൻ, അവരെ വിട്ടുപിരിഞ്ഞു പോവുക, അവരെ ഒഴിവാക്കുക, അത്തരക്കാരായ നല്ല ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക എന്നത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അവരെ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനികമായ രീതിയിൽ മുന്നേറാൻ കഴിയുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂട്ടുകാരെ മോശമായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ പരലോകത്ത് വെച്ച് വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലൂടെ പറയുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള മോശമായ കൂട്ടുകാരെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ ഖേദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല. ഖേദത്തിന്റെ പേരിൽ വിരൽ കടിക്കുക എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. അതുപോലെ അറബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ മുബാലഗത്ത് അഥവാ പാരമ്യമായി അതിനെ കുറച്ചുകൂടി അവരുടെ ഖേദത്തിന്റെ പാരമ്യതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. വയൗമ യഅദ്ദു ളാലിം,
ഒരു അക്രമി അവന്റെ ഇരു കൈകളെയും കടിക്കുന്നതാണ്. യഖൂലു, അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നല്ല ഒരു കൂട്ടുകാരനായ ആ വഴിയെ ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ ഖേദിക്കുന്നതാണ്. യാ വൈലത്ത, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളുമായി ഞാൻ കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവനുമായി കൂട്ടുകൂടിയതിന്റെ പേരിലാണല്ലോ എനിക്കിന്ന് ഖേദിക്കേണ്ടി വരുന്നതെന്ന് അത്തരത്തിൽ മോശമായ ആളുകളുമായി കൂട്ടുകൂടിയവർ പറയുന്നതാണ്. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇൻ ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന മനുഷ്യന്റെ ശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താൻ മോശമായ കൂട്ടുകെട്ടിൽ എന്നെ പെടുത്തുകയും അവൻ കാരണമായി ലഖദ് അദല്ലനി അനി ദിക്രി, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, നല്ല ചിന്തകളിൽ നിന്ന് ആ കൂട്ടുകാരൻ എന്നെ തടയുകയും അതുവഴി ഞാൻ ഇന്ന് നരകത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോശമായ ആളുകൾ വിലപിക്കുന്നതാണ്, ഖേദിക്കുന്നതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാത്ത, അള്ളാഹുവിനെ സ്മരിക്കാത്ത കൂട്ടായ്മകളിലും സദസ്സുകളിലും നമ്മൾ ചെന്ന് കൂടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറ, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ സലാത്ത് ചൊല്ലാത്ത ഒരു മജ്ലിസിൽ ആരെങ്കിലും കൂടുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, ഇല്ലാ കാന അലൈഹിം തിറ, അതവർക്ക് നഷ്ടമായി രേഖപ്പെടുത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അത്തരത്തിലുള്ള മജ്ലിസുകളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, നല്ല മജ്ലിസുകളിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളോ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളോ ഉണ്ടാവുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ വേണ്ടി മജ്ലിസിൽ നിന്നും എണീറ്റു പോകുമ്പോൾ ദുആ പറയണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. കഫാറത്തുൽ മജ്ലിസ്, മജ്ലിസിലുള്ള പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദുആ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ഓരോ പ്രാവശ്യവും മജ്ലിസ് കൂടിക്കൊണ്ട് എണീക്കുന്ന സമയത്തും നിങ്ങൾ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. സൂറത്തു സുഖ്റൂഫിലൂടെ ചില സുഹൃത്തുക്കളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാഉ യൗമൈദിൻ, അന്നേ ദിവസം ചില ആളുകൾ, ചില സുഹൃത്തുക്കൾ, ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, അവരിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ സുഹൃത്തുക്കൾ ഒഴികെ, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം കോപിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടിന് വേണ്ടി പരസ്പരം കൂട്ടുകാരായവർ അന്നേ ദിവസം അവർ പരസ്പരം ശത്രുക്കളായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ദീനിനെ പരിഹസിക്കുന്ന കൂട്ടായ്മകളോ സൗഹൃദങ്ങളോ ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ഒരുപാട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെയും ആയത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയും ഇസ്ലാമിന്റെ പല നിയമങ്ങളെയും താറടിച്ചു കാണിക്കുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള സൗഹൃദ വലയങ്ങളിലോ കൂട്ടായ്മകളിലോ ചെന്നുപെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാ ബുനയ്യ ഇഖ്തരിൽ മജാലിസ അലാ ഐനിക്, പൊന്നുമകനെ നീ തിരഞ്ഞെടുക്കുന്ന കൂട്ടായ്മകൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം. ഫൈൻ റഅയ്ത ഖൗമൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ഫജ്ലിസ് മഅഹും, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, അല്ലാഹുവിന്റെ ഓർമ്മ നിനക്കുണ്ടാക്കുന്ന രീതിയിലുള്ള കൂട്ടായ്മകളാണെങ്കിൽ ആ കൂട്ടായ്മയിൽ നീ പങ്കെടുത്തുകൊള്ളുക. വൈദാ റഅയ്ത ഖൗമൻ ലാ യദ്കുറൂനല്ലാഹ ഫലാ തജ്ലിസ് മഅഹും, അല്ലാഹുവിനെ സ്മരിക്കാത്ത കൂട്ടായ്മകളും സദസ്സുകളും ഒക്കെ ആണെങ്കിൽ ആ കൂട്ടായ്മകളിൽ നീ പങ്കെടുക്കരുതെന്ന് അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്നും നമ്മളെ അകറ്റുന്ന സൗഹൃദങ്ങളോ നമ്മളെ അകറ്റുന്ന സദസ്സുകളോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി, നമ്മൾ അവനെ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്ന വിവരം അവനോട് തുറന്ന് പറയണമെന്ന് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മർറ റജുലുൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലുൻ ജാലിസുൻ,
നബി തങ്ങളുടെ അടുക്കലൂടെ ഒരിക്കൽ ഒരു സഹാബി കടന്നു പോവുകയുണ്ടായി. അപ്പോൾ മറ്റൊരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫഖാല റജുൽ, താഴെ ഇരിക്കുന്ന മനുഷ്യൻ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ് സത്യം നബിയെ, ഇന്നി ലഉഹിബ്ബു ഹാദാ ഫില്ലാഹ്, ഈ നടന്നുപോയ സ്വഹാബിയെ അള്ളാഹുവിന്റെ പേരിൽ തീർച്ചയായും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നബി തങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി. അഖ്ബർതഹു ബിദാലിക, നബി തങ്ങൾ ചോദിച്ചു, നീ അവനോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ടോ? ഫഖാല ലാ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആ സ്വഹാബി മറുപടി പറഞ്ഞു. ഖും ഫഅഖ്ബിർഹു തസ്ബുതുൽ മവദ്ദതു ബൈനകുമാ, അങ്ങനെയാണെങ്കിൽ നീ അവനെ ഇഷ്ടപ്പെടുന്ന കാര്യം നീ അവനോട് തുറന്നു പറയണം. തസ്ബുതുൽ മവദ്ദതു ബൈനകുമാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അത് പരസ്പരമുള്ള സ്നേഹം അത് സുദൃഢമാകുന്നതാണെന്ന് നബി തങ്ങൾ അരുളുകയുണ്ടായി. ഫഖാമ ഇലൈഹി ഫഅഖ്ബറഹു ഫഖാല ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അങ്ങനെ ആ സ്വഹാബി നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അടുക്കൽ പോവുകയും ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സഹാബി വളരെ മനോഹരമായി അദ്ദേഹത്തിന് തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, അഹബ്ബകല്ലദീ അഹ്ബബ്തനി ഫീഹി, നീ ആരൊരാളുടെ പേരിലാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് അവൻ നിന്നെയും ഇഷ്ടപ്പെടട്ടെ, അഥവാ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടട്ടെ എന്ന് ആ സ്വഹാബി മറുപടി കൊടുക്കുകയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഇല്ലാ ഖാലൽ മലകു വലക ബിമിസ്ൽ, നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടി ഒരു മലക്കിനെ നിശ്ചയിക്കുകയും ആ മലക്ക് നമ്മൾ എന്താണോ നമ്മളുടെ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുന്നത് അത് നമുക്കും കിട്ടട്ടെ എന്ന് ആ മലക്ക് ദുആ ചെയ്യുന്നതാണ്. വലക ബിമിസ്ൽ, നിനക്കും അതുപോലെയുള്ളത് ഉണ്ടാകട്ടെ എന്ന് ആ മലക്ക് ദുആ ചെയ്യുന്നതാണ്. എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലും സുഹൃത്ത് നമ്മളോട് പങ്കുവെക്കുകയാണെങ്കിൽ ആ സമയത്ത് അവനെ ആശ്വസിപ്പിക്കുകയും തിരിച്ച് നമ്മുടെ മുസല്ലയിലെത്തിയാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആ സുഹൃത്തിനെ ഓർക്കാനും അവന്റെ ആ വിഷമം അള്ളാഹുവിനോട് പറയാനും ദുആ ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, കടം പോലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം കൊണ്ട് വിഷമിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹുവിനത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. വലക ബിമിസ്ൽ, നിനക്കും അതുപോലെയുള്ളത് ലഭിക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയുണ്ടായി. വമൻ സറഹു അയജിദ ഹലാവത്തൽ ഈമാനി, ആർക്കെങ്കിലും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നത് അവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫൽയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവനവന്റെ സുഹൃത്തിനെ വേറെ ആർക്കു വേണ്ടിയുമല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതിനാൽ നമ്മുടെ ഇടയിൽ പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകാനും പരസ്പരം പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ അത് മരണം വരെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ അർശ് വരെയും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എത്തിച്ചേരുന്നതാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു അർശിന്റെ തണല് നൽകി ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ ഒരു കൂട്ടർ റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാരാണ്. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാനും അതിന്റെ പേരിൽ ഒന്നിക്കാനും സാധിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അതിന്റെ പേരിൽ പരസ്പരം വേർപിരിയാനും സാധിക്കുന്ന തരത്തിൽ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർശിന്റെ തണല് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നമ്മുടെ സുഖത്തിന്റെ, സന്തോഷത്തിന്റെ വേളകളിലും സങ്കടത്തിന്റെ വേളകളിലും നമ്മളോടൊപ്പം ചേരുന്ന, നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നമുക്കെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ആഖിറത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, നന്മകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, തിന്മകളിൽ നിന്നും നമ്മളെ തടയുന്ന നല്ല സൗഹൃദം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല
അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബികളെ പോലെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിലുണ്ടായിരുന്നത് പോലെയുള്ള സ്നേഹവും ഒരുമയുമൊക്കെ അള്ളാഹു നമ്മുടെ സൗഹൃദങ്ങളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. اتقوا ربكم في سركم وإعلانكم، فإن التقوى ملاك الحسنات. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ومن يتق الله يجعل له من أمره يسرا. ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. وعليكم بالإحسان، فإن الله يحب المحسنين. وعليكم بالصدق، فإن الصدق ينجي وإنه يهدي إلى الجنة. وإياكم والكذب، فإن الكذب يهلك وإنه يهدي إلى النار. وعليكم بالسنة، فإن السنة تهدي إلى الإطاعة. ومن يطع الله ورسوله فقد رشد واهتدى. وإياكم والبدعة، فإن البدعة تهدي إلى المعصية. ومن يعص الله ورسوله فقد ضل وغوى. وإياكم والظلم، فإن الظلم ظلمات يوم القيامة. ألا لعنة الله على الظالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم، وأستعفيه عني وعنكم وعن جميع المؤمنين والمسلمين أجمعين، فاستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود. وأشهد أن نبينا محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. أيها الناس، اتقوا الله حق تقاته وبادروا إلى أداء مفترضاته. واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه، وثلث بكم أيها المؤمنون من بريته. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. الله أرحم أمتي بأمتي أبو بكر، وأشدهم في أمر الله عمر، وأصدقهم حياء عثمان، وأقواهم علي رضي الله عنهم أجمعين. وفاطمة سيدة نساء أهل الجنة رضي الله عنها.
والحسن والحسين سيدا شباب أهل الجنة رضي الله عنهما، وحمزة أسد الله وأسد رسوله رضي الله عنه، واغفر للعباس وولده مغفرة ظاهرة وباطنة لا تغادر ذنبا. الله الله في أصحابي لا تتخذوهم غرضا من بعدي، فمن أحبهم فبحبي أحبهم، ومن أبغضهم فببغضي أبغضهم، وخير أمتي قرني ثم الذين يلونهم ثم الذين يلونهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشو خلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أعز الإسلام والمسلمين وقض الدين عن المدينين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم نصرا مؤزرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي، يعظكم لعلكم تذكرون، ولذكر الله أكبر والله يعلم ما تصنعون.